പ്രിയമുള്ള മലയാളി പ്രേക്ഷകരെ, ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗാന്ധിജിയുടെ നീതിശാസ്ത്രം എന്ന ഈ ചാനൽ പരമ്പരയുടെ 17ാമത്തെ എപ്പിസോഡാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പേര് ഗാന്ധിജിയും വൈരുദ്ധ്യങ്ങളും എന്നാണ്. അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പതിവ് പോലെ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് GK ബാബുരാജ് പടപ്പക്കര. കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ് എൻ്റെ നാട്. ഇനി ഞാൻ യഥാർത്ഥത്തിൽ ഒരു മത്സ്യത്തൊഴിലാളി ആയതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യമായ വിദ്യാഭ്യാസമൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നോട് നിസ്വാർത്ഥമായി സഹകരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡിൻ്റെ കണ്ടൻറ്റിലേക്ക് കടക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഗാന്ധിജി ധാരാളം വൈരുദ്ധ്യങ്ങളുടെ ഒരു ആൾ രൂപമായിരുന്നു. അദ്ദേഹം ഒരിക്കലും ഒരു മഹാത്മാവിൻ്റെ പരിവേഷത്തോടുകൂടി ജീവിച്ചയാളല്ല. അദ്ദേഹം സാധാരണക്കാരനായി ജീവിച്ചു. സത്യം പറഞ്ഞാൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം 32 വർഷത്തെ രാജ്യസേവനത്തിനിടയിൽ അദ്ദേഹം ഈ രാജ്യം മുഴുവൻ ഇന്ത്യയുടെ ആത്മാവ് കണ്ടെത്താനായി അദ്ദേഹം നഗ്നപാതനായി സഞ്ചരിച്ചു. അദ്ദേഹത്തെ ജനങ്ങൾ അത്യാവേശത്തോടെ വരവേറ്റു. ഇത്രയും നിസ്വാർത്ഥനായി സേവനമനുഷ്ഠിച്ച, നിരായുധനായി ജീവിച്ച മറ്റൊരു ലോക നേതാവും ഈ ലോകത്തുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഉണ്ടെന്നാർക്കും പറയാനും തന്നെ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തെ വെടിവെച്ചു കൊന്ന നാഥുറാം വിനായക് ഗോഡ്സേക്ക് വേണ്ടി അമ്പലം പണിയാനും അദ്ദേഹത്തെ ആരാധിക്കാനും നടക്കുന്ന ഒരു കൂട്ടം സാഡിസ്റ്റുകൾ ഇന്ന് ഇന്ത്യയിലുണ്ടെന്നുള്ളത് എത്രയോ വിരോധാഭാസമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കൊലയാളിക്ക് വേണ്ടി ആരെങ്കിലും അമ്പലം പണിയോ? അത്രയ്ക്ക് പുണ്യവാനായിരുന്നോ ഈ ഗോഡ്സെ? സത്യം പറഞ്ഞാൽ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയെന്ന് പറയുന്നതിനപ്പുറം എന്ത് ന്യായമാണ് അതിലുള്ളത്? ഈ ഗോഡ്സെ പ്രതിനിധാനം ചെയ്തിരുന്ന പാർട്ടികളോ രാഷ്ട്രീയ പാർട്ടികളോ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിയർപ്പൊഴുക്കിയവരാണോ? പാകിസ്ഥാനും ഇന്ത്യയും എന്ന 2 രാഷ്ട്രങ്ങളായി പിരിഞ്ഞതിന് ശേഷം അവരുമായുള്ള കരാർ അനുസരിച്ച് 55 കോടി രൂപ പാകിസ്ഥാന് നൽകണമെന്ന് ഗാന്ധിജി ആവശ്യപ്പെട്ടത് അനീതിയാണോ? അതിനുവേണ്ടിയാണ് അങ്ങനെ നിരാഹാരം അനുഷ്ഠിച്ചത് കൊണ്ടാണ് ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നതെന്ന് അവർ പറയുമ്പോൾ, അതിനു മുമ്പ് തന്നെ പലതവണ ഗാന്ധിജിയെ കൊല്ലാൻ ഗോഡ്സെയും കൂട്ടരും ശ്രമിച്ചു വന്നത് പകൽ പോലെ വ്യക്തമാണ്. അതുമാത്രമല്ല, ഒരു കുടുംബങ്ങൾ 2ആയി പിരിയുമ്പോൾ സ്വത്ത് പങ്കുവയ്ക്കുന്നത് സർവ്വസാധാരണമല്ലേ? അന്ന് ഇന്ത്യയും പാകിസ്ഥാനുമായി എടുത്ത സംയുക്ത കരാർ അനുസരിച്ച് ഇന്ത്യയുടെ വിദേശകടത്തിൻ്റെ 17.5% പാകിസ്ഥാൻ ഏറ്റെടുക്കാമെന്നും അതിനു പകരം 17.5% ഇന്ത്യയുടെ ബാങ്ക് നിക്ഷേപത്തിൻ്റെയും വിദേശ പണത്തിൻ്റെയും പങ്ക് പാകിസ്ഥാന് കൊടുക്കാമെന്നുമായിരുന്നു കരാർ. അന്ന് ബ്രിട്ടീഷുകാരൻ 2ാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധം ചെയ്ത വിധത്തിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് വരുത്തിവെച്ച തുക കടം $500 കോടി ഓർക്കണം. അതിൻ്റെ 17.5% പാകിസ്ഥാൻകാർ ഏറ്റെടുത്ത് അടയ്ക്കാമെന്ന് സമ്മതിക്കുകയും അതിന് പകരം നമ്മൾ 17% തുക അങ്ങോട്ട് കൊടുക്കുന്നതിലും എന്ത് തെറ്റാണുള്ളത്? 1947 സിന്ധ് പ്രവിശ്യയിൽ മിച്ചം വന്ന 11,000 ടൺ അരി അവർ ഡൽഹിയിലേക്ക് അയച്ചിരുന്നു. സ്വാതന്ത്ര്യാനന്തര കാലം അതിനുശേഷം പാകിസ്ഥാനിൽ ജനങ്ങൾ പട്ടിണി കൊണ്ട് മരിച്ചു തുടങ്ങിയപ്പോൾ ആ അരി തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി അവർ ഇന്ത്യ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചു. പക്ഷേ അത് തിരിച്ചു കൊടുത്തവരല്ല നമ്മൾ. മാത്രമാണോ, ഭരണരംഗത്തെ ജംഗമ വസ്തുക്കളിൽ 80% ഇന്ത്യക്കും 20% പാകിസ്ഥാനും നൽകാമെന്നായിരുന്നു വ്യവസ്ഥ. പക്ഷേ അതിന് പകരം നമ്മൾ കൊടുത്തത് 85 ഓഫീസർ കസേരകളും 850 സാധാരണ കസേരകളും 170 ഫാനുകളും 170 ടൈപ്പ് റൈറ്റ് യന്ത്രങ്ങളും 120 മേശവിളക്കുകളും 4 ഇരുമ്പലമാരകളും 130 പുസ്തകങ്ങളും ഇതുപോലെ തുടങ്ങിയ തുച്ഛമായ ജംഗമ
വസ്തുക്കളാണ് നാം അവർക്ക് കൊടുത്തത്. അതുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ ഭരണം നടത്താനാവുമോ? പാകിസ്ഥാൻ്റെ ആദ്യകാല ഭരണം നടന്നത് അവർ കടത്തിണ്ണകളിലും മരച്ചുവടുകളിലുമാണ് അവരുടെ ഗവൺമെൻറ് ഓഫീസുകൾ പ്രവർത്തിച്ചത്. അത്തരം പരിതാപകരമായ ഒരവസ്ഥയിലാണ് ഗാന്ധിജി നാം അവർക്ക് തടഞ്ഞു വച്ചിരിക്കുന്ന 55 കോടി രൂപ അവർക്ക് അവകാശപ്പെട്ട തുക തൻ്റെ സഹോദരങ്ങളായ പാകിസ്ഥാന് നൽകണമെന്ന് ഗാന്ധിജി വാദിച്ചത്. അതൊരു തെറ്റാണോ? ഗാന്ധിജി മറ്റുള്ളവരെ പോലെ തട്ടിപ്പും വെട്ടിപ്പും കള്ളവും കാപട്യവും ചതിയും വഞ്ചനയുമായി ജീവിച്ച ഒരാളല്ല. അദ്ദേഹം 100% സത്യസന്ധനായ, നിർമ്മല ഹൃദയനായ, നിഷ്കളങ്കനായ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ വാദിച്ചത്. അതിനുശേഷം ഹിന്ദുത്വവാദികൾ ഉയർത്തുന്ന രണ്ടാമത്തെ ആരോപണം അദ്ദേഹം രാജ്യത്തെ വെട്ടിമുറിച്ചു എന്നാണ്. അതേക്കുറിച്ച് ഗാന്ധിജി പറഞ്ഞത്, എൻ്റെ ശരീരം വെട്ടിമുറിക്കുന്നതിന് തുല്യമാണ് രാജ്യത്തെ രണ്ടായി മുറിക്കുന്നത്, ഇത് ഞാൻ അനുവദിക്കില്ല എന്നാണ്. അങ്ങനെ പറഞ്ഞ ഗാന്ധിജി ഒടുവിൽ എന്തുകൊണ്ട് രാജ്യം വെട്ടിമുറിക്കാൻ സമ്മതിച്ചു എന്നാണ് ചോദ്യമെങ്കിൽ അതിനുത്തരം ഒന്നേ ഉള്ളൂ: ചെകുത്താനും കടലിലും ഇടയിൽപ്പെട്ടുപോയവൻ്റെ നിസ്സഹായാവസ്ഥ, അതായത് ഗത്യന്തരമില്ലായ്മ. ഇത്രയും കാലം 32 വർഷക്കാലം നഗ്നപാതനായി ഇന്ത്യ രാജ്യം മുഴുവൻ സഞ്ചരിച്ച് എല്ലാ ജനങ്ങളെയും സംഘടിപ്പിച്ച് ഒടുവിൽ 1942 ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച് ഇന്ത്യ വിട്ടുപോയേ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയേ മതിയാകുമെന്ന് അന്ത്യശാസനം നൽകി അതിനുവേണ്ടി പ്രവർത്തിച്ച് ഒടുവിൽ സ്വാതന്ത്ര്യ സമ്പാദനത്തിൻ്റെ വക്കിലെത്തി നിന്നപ്പോൾ അദ്ദേഹം എൻ്റെ ശരീരം വെട്ടിമുറിക്കുന്നതിന് തുല്യമാണ്, എൻ്റെ രാജ്യത്തെ വെട്ടിമുറിക്കരുത് എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യം വേണ്ട എന്ന് പറയണമെന്നാണോ ഇക്കൂട്ടർ വാദിക്കുന്നത്? അങ്ങനെയെങ്കിൽ പിന്നെ ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ ഈ ത്യാഗങ്ങളെല്ലാം അനുഭവിച്ചതെന്തിനായിരുന്നു എന്ന് ചിന്തിക്കുക. അദ്ദേഹം വളരെ വേദനയോടുകൂടി അവസാനം രാജ്യത്തെ വെട്ടിമുറിക്കാൻ സമ്മതിച്ചു. ഇത്തരത്തിൽ ഞാൻ മറ്റൊന്ന് ചോദിച്ചോട്ടെ. ഗാന്ധിജിയെപ്പോലെ ബ്രിട്ടീഷുകാരൻ്റെ മുമ്പിൽ നിന്ന് എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരണമെന്ന് പറയാൻ ഈ കൂട്ടരുടെ ഏതെങ്കിലും സംഘടനകൾക്കോ ഏതെങ്കിലും നേതാവിനോ കഴിവോ ശേഷിയോ ഉണ്ടായിരുന്നോ? 1857 മുതൽ ഝാൻസി റാണി മുതൽ 90 വർഷക്കാലം, 1947 വരെ 90 വർഷക്കാലം അനവധി 10,000-കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ തല വെട്ടിയെടുത്ത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിച്ച് ഈ രാജ്യം ഭരിച്ച ബ്രിട്ടീഷുകാരനെ ഒടുവിൽ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കാൻ, സ്വാതന്ത്ര്യം നേടിത്തരാൻ ഗാന്ധിജിക്കല്ലാതെ മറ്റാർക്കെങ്കിലും കഴിയുമായിരുന്നോ? ഗാന്ധിജിയെ മറ്റുള്ളവരെ പോലെ ബ്രിട്ടീഷുകാരന് എന്തുകൊണ്ട് വെടിവെച്ചു കൊന്നില്ല? അവരുടെ തോക്കിലുണ്ടയില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. പക്ഷേ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നാൽ ഒരു ബ്രിട്ടീഷുകാരനും ഇവിടെ നിന്ന് ജീവനോടെ പോകാൻ കഴിയില്ലെന്ന് അവർക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ സ്വാതന്ത്ര്യം നൽകാൻ തയ്യാറായത്. സത്യത്തിൽ ഗാന്ധിജി എന്നൊരു മനുഷ്യൻ ഈ സ്വാതന്ത്ര്യ സമര രംഗത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഇന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നില്ല. കാരണം 1600 ഓഗസ്റ്റ് 24 വില്യം ഹോക്കിൻസ് എന്ന ബ്രിട്ടീഷുകാരൻ കപ്പിത്താൻ ഇവിടെ ഇന്ത്യയിലെത്തിയപ്പോൾ ജഹാംഗീർ ചക്രവർത്തി അദ്ദേഹത്തിന് മദനോത്സവ രാത്രികൾ സമ്മാനിച്ചതുപോലെ അന്നു മുതൽ 1947 ഓഗസ്റ്റ് 14 വരെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് കീഴുദ്യോഗസ്ഥരായ ഇന്ത്യൻ തമ്പ്രാക്കന്മാർ മദനോത്സവ രാത്രികൾ സമ്മാനിച്ചതുകൊണ്ടാണ് അവരെ ബ്രിട്ടീഷ് ഭരണത്തെ ഇവിടെ തീറ്റിപ്പോറ്റിയത്. ആ ചരിത്രങ്ങളൊക്കെ മറച്ചു വെച്ച് ചരിത്രാഭാസം പ്രചരിപ്പിക്കുന്നവർ ഇന്നലത്തെ, അതായത് ഇന്നലെ ഡിസംബർ 25, 2024 അതിൽ ഇന്നലത്തെ ഹിന്ദു ദിനപത്രത്തിൻ്റെ 4-ാമത്തെ പേജിൽ
ഒരു ഫോട്ടോ ഉണ്ട്. അതായത് തുഷാർ ഗാന്ധി, മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധി കേരളത്തിലെ കോട്ടയത്ത് വന്ന് ഇണ്ടംതുരുത്തി മനയിൽ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കരുത്തനായ നേതാവ് ബിനോയ് വിശ്വത്തോടൊപ്പം ഇപ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. മിക്കവാറും എല്ലാ മലയാള പത്രങ്ങളിലും ആ ഫോട്ടോ കാണാൻ സാധ്യതയുണ്ട്. ഞാനത് കണ്ടിട്ടില്ല. നിങ്ങൾ എന്തായാലും ആ ഫോട്ടോ കണ്ണു നിറച്ചൊന്ന് കാണണം. കാരണം അതിൻ്റെ പിന്നിലൊരു ചരിത്ര യാഥാർത്ഥ്യമുണ്ട്. 1925 വൈക്കം സത്യാഗ്രഹം നടക്കുന്ന കാലത്ത് മഹാത്മാഗാന്ധി കേരളത്തിൽ വന്നു. അന്ന് ആ ഇണ്ടംതുരുത്തി മനയിൽ മഹാത്മാഗാന്ധിക്ക് പോലും ഫ്രട്ട് കൽപ്പിച്ച ഇണ്ടംതുരുത്ത് മനയിലെ തമ്പ്രാക്കന്മാരുടെ ആ തറവാട് ഇന്ന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ട്രേഡ് യൂണിയൻ ഓഫീസാണ്. അവിടെ സകലവിധ കീഴാളരും കയറി നരങ്ങി ഇറങ്ങുന്നു. അതുതന്നെയാണ് ചരിത്രത്തിൽ നിങ്ങൾക്ക് ഇനിയും സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളിവിടെ ഗോഡ്സേക്ക് അമ്പലം പണിതാലും ചരിത്രത്തിൻ്റെ തിരിച്ചടി അതായിരിക്കും. ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ മാനുഷികതയിലേക്ക് വന്ന് ഇവിടെ തുല്യതയും തുല്യനീതിയും നടപ്പാക്കുന്ന ഗാന്ധിയൻ സോഷ്യലിസം നടപ്പാക്കാൻ എല്ലാ ഹൈന്ദവവൽക്കരണവാദികളും എല്ലാവരും ഇന്ത്യയിൽ സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, പ്രിയ പ്രേക്ഷകരെ, എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും കേരളമാകെ പ്രചരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ലാൽ സലാം സഖാക്കളെ, ലാൽ സലാം ജനങ്ങളെ.